കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ദേവല്ലി എന്നൊരു ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിലെ രച്ചബണ്ടയുടെ അടുത്തുള്ള ഒരു വീട്ടിൽ പാർവതി, ശിവയ്യ എന്ന 2 വയോധിക ദമ്പതികൾ താമസിച്ചിരുന്നു. അവർക്കൊരു മകൾ, ഒരു മകൻ. മകളുടെ പേര് രാധിക, മകന്റെ പേര് വിനോദ്. ഇരുവരിലും രാധിക മുതിർന്നവളാണ്, വിനോദ് ചെറുപ്പക്കാരൻ. ശിവയ്യ ആ ഗ്രാമത്തിലെ ഒരു സമ്പന്നന്റെ വയലിൽ പാളയരായി ജോലി ചെയ്തിരുന്നു. പാർവതമ്മ വീട്ടുപണികൾ നോക്കി വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. രാധിക ആ ഗ്രാമത്തിലെ ഒരു വസ്ത്രക്കടയിൽ ടൈലറായി ജോലി ചെയ്തിരുന്നു. എന്നാൽ വിനോദ് ഒരു ജോലി പോലും ശരിയായി ചെയ്തിരുന്നില്ല. ഏതെങ്കിലും ജോലിക്ക് പോയാലും അത് എനിക്ക് സാധിക്കില്ലെന്ന് 123 ദിവസത്തിനുള്ളിൽ ആ ജോലി ഉപേക്ഷിച്ച് വീട്ടിലേക്ക് മടങ്ങിയെത്തും. എല്ലായ്പ്പോഴും വീട്ടിൽ ഭക്ഷണം കഴിച്ച് വീട്ടിനു പുറത്തുള്ള രച്ചബണ്ടയിൽ ഇരുന്ന് വഴിയിലൂടെ പോകുന്നവരുമായി കഥകൾ പറഞ്ഞ് സമയം ചെലവഴിക്കും. ഇനി അവരുടെ വീട്ടിലെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അച്ഛൻ ശിവയെയും മകൾ രാധികയും കൊണ്ടുവരുന്ന വരുമാനത്തോടെയാണ് വീട്ടുചിലവുകൾ നടത്തുന്നത്. ഒരിക്കൽ എങ്കിലും വിനോദിന് ചെലവിനായി പണം ആവശ്യമുണ്ടെങ്കിൽ അവൻ അവളുടെ ജോലി ചെയ്യുന്ന കടയിലേക്ക് പോയി അവളെ തടഞ്ഞി പണം വാങ്ങും. ഒരു ദിവസം രാവിലെ ശിവയ്യ കൃഷി ജോലിക്ക് പോകുമ്പോൾ വിനോദ് ഇപ്പോഴും കിടക്കയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കും. അത് കണ്ടു ശിവയ്യ കോപത്തോടെ വിനോദിനെ ഉണർത്തി ഇങ്ങനെ പറയുന്നു: ഓരേ കഴുത, രാവിലെ വെളിച്ചം വന്നിട്ട് ഇത്രയും നേരമായല്ലോ, ഇനിയും കിടക്കയിൽ കിടക്കുകയാണോ? ലജ്ജയില്ലേ നിനക്ക്? വീട്ടിലെ പെൺകുട്ടി പോലും ജോലിക്ക് പോകാൻ തയ്യാറായി, നീയോ ഇനിയും കാളവളെ പോലെ കിടക്കുന്നു. എഴുന്നേറ്റ് ജോലിക്ക് പോ. അപ്പോഴേക്കും ഉണർന്ന വിനോദ് ഉറക്കമർന്ന ശിവയ്യോട് ഇങ്ങനെ പറയുന്നു: അമ്മ, എന്താണ് അച്ഛാ രാവിലെ ഉറക്കം? എത്ര നല്ലതാണെന്ന് അറിയാമോ? അത്രയും നല്ലത്. ഇങ്ങനെ സ്വപ്നം കാണിക്കൊണ്ടിരിക്കുക. നാളെ വന്നാൽ നിനക്ക് ഭക്ഷണം കൊടുക്കാൻ ആരും ഉണ്ടാകില്ല. അപ്പോൾ വിശപ്പോടെ കിടന്നുറങ്ങുക, സ്വപ്നം കാണുക. അപ്പോൾ തന്നെ ജോലിക്ക് പോകാൻ തയ്യാറായി അവിടെ എത്തിയ രാധിക അവരോടിങ്ങനെ പറയുന്നു: അയ്യോ, രാവിലെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ 2 പേരും എന്താണ് അച്ഛാ? നിനക്ക് ദിവസവും സഹോദരനെ ശപിക്കുന്നത് ഒഴികെ വേറെ ജോലി ഇല്ലേ? ഇല്ല, എനിക്ക് ജോലിയുണ്ട്, നിനക്ക് ജോലിയുണ്ട്, ഞങ്ങൾക്ക് ജോലിയുണ്ട്. പക്ഷേ ജോലി ഇല്ലാത്തവനാണ് ഇവിടെ ഒരാൾ മാത്രം, അപ്രയോജനക്കാരൻ. അയ്യോ, ആ ജോലി അച്ഛൻ നോക്കിക്കോളും. ഉടൻ എന്തെങ്കിലും ജോലി എപ്പോഴും ഇങ്ങനെ ഇരിക്കുമോ എന്തോ എന്ന് ഇയാൾ പ്രായമായതു മുതൽ കേൾക്കുന്ന വാക്ക്. ഇവിടെ ജോലിക്ക് പോയ 4 ദിവസം ജോലി ചെയ്യാൻ ഇഷ്ടമില്ലെന്ന് ഉപേക്ഷിച്ച് ചെയ്യുന്നത് ഇതാണ് നിങ്ങൾ ചെയ്യുന്ന ജോലി. ഇയാൾ എന്ത് ജോലി ചെയ്യും അമ്മ? നാം എല്ലാവരും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഇരുന്നു കഴിക്കുന്നു. ഇവർക്ക് കൊടുക്കുന്ന ഭക്ഷണം ധാരാളം നിങ്ങൾ കൊടുക്കുന്നത്. ഒരു വരെയെങ്കിലും വരുമ്പോൾ അത്ര പാൽ നൽകുന്നു. ഇനി മതി, നിർത്തൂ. ഹേ സഹോദര, നിന്റെ സുഹൃത്ത് ആരോ അടുത്ത ഗ്രാമത്തിലെ റൈസ് മില്ലിൽ ജോലി ചെയ്യാൻ വരാൻ പറഞ്ഞു. യാത്രാ ചെലവുകൾക്കായി പണം വേണമെന്ന് ചോദിച്ചു. എടുക്കൂ. അത് എന്തായാലും നീ ഇങ്ങനെ കൊടുക്കുന്നത് അവനെ പൂർണ്ണമായും നശിപ്പിക്കുന്നു. ഒരു രാത്രി പെൺകുട്ടിയുടെ വരുമാനം എടുക്കാൻ നിങ്ങൾക്ക് ലജ്ജ തോന്നിയില്ലേ? ശരിക്കും പറയേണ്ടതുണ്ടെങ്കിൽ നീ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് അവളുടെ വിവാഹം നടത്തി അയക്കണം. പക്ഷേ നീ എന്തും ചെയ്യാതെ നിന്റെ ആഡംബരത്തിനും വിനോദത്തിനും അവളുടെ പക്കൽ നിന്ന് പണം എടുത്തു. ഇത് ഒരു ജീവിതമാണോ? എന്താണ് അച്ഛാ നീയും ഞാനും? എന്ത് ചെയ്യണമെന്ന് നിർത്തൂ. നിങ്ങൾ 2 പേരും. ഹേ സഹോദര, ഈ പണം എടുത്തു പോകൂ. നീ നിന്റെ ജോലി നോക്കിത്തോ. അച്ഛാ, വേഗം വരൂ, എനിക്ക് ജോലി വൈകുകയാണ്. അവിടെ അവർ എന്നെ തല്ലും. വേഗത്തിൽ സൈക്കിളിൽ കടയിലേക്ക് കൊണ്ടുപോയി ഇറക്കി നീ നിന്റെ കൃഷി ജോലിക്ക് പോകൂ. അങ്ങനെ പറഞ്ഞ് അവർ 2 പേരും അവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്നു. ഇനി വിനോദ് തന്റെ അക്ക രാധിക നൽകിയ പണം കണ്ട് സന്തോഷത്തോടെ കുടിക്കാൻ പോകുന്നു. അതിനുശേഷം അടുത്തുള്ള റൈസ് മില്ലിലേക്ക് പോയി അവിടെ ജോലി ചെയ്യുന്ന തന്റെ സുഹൃത്ത് ശ്രീധരനെ കാണുന്നു. അപ്പോൾ ശ്രീധർ വിനോദിനോട് ഇങ്ങനെ പറയുന്നു: യുവരാജ, ദയവായി ഇപ്പോൾ യുവരാജിന് ഉടൻ ഒരു നല്ല ജോലി കണ്ടെത്തി നൽകാം. വലിയ ജോലി ഒന്നുമില്ല സാമി, മില്ലിനുള്ളിലെ കാര്യങ്ങൾ ലോറിയിൽ കയറ്റി. അത്രയേ ഉള്ളൂ. എന്താണ് അടയ്ക്കേണ്ടത്? അത് ഞാൻ. നിനക്ക് എന്തെങ്കിലും പിച്ചിയാണോ പിടിച്ചത്? അതെന്താണ്? ഞാൻ ജോലി വേണമെന്ന് പറഞ്ഞില്ലേ? ഇതാണോ ജോലി? എന്താണ് ഈ ജോലി? അവർ പറഞ്ഞു. ശരീരം തളർത്തുക എന്ന് പറയുന്നു. എന്താണ് നീ ഇവിടെ സംസാരിക്കുന്നത്? ഇതാണ് ജോലി. ഞാൻ ഇവിടെ ഇതേ ജോലി ചെയ്യുന്നു. ഒരു ചാക്കിന് 2 രൂപ നൽകും. ഞാൻ ഒരു ദിവസം 50 ചാക്കുകൾ വഹിച്ചാൽ എൻ്റെ ഒരു ദിവസത്തെ വരുമാനം 100 രൂപ. അതുമാത്രമല്ല, ഇവിടെ നാം എത്ര അധികം ചാക്കുകൾ വഹിക്കാനാകുമോ അത്രയും നമുക്ക് സമ്പാദിക്കാനാകും. എന്താണ് നീ പറയുന്നത്? ഞാൻ ചാക്കുകൾ വഹിച്ച് വൈകുന്നേരം വരെ അവസ്ഥ എന്തായിരിക്കും എന്ന് അറിയാമോ? ബാബോയ്, എനിക്ക് കഴിയില്ല, ഞാൻ ചെയ്യാൻ കഴിയില്ല. മറ്റേതെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പറയൂ, ഇങ്ങനെ ചെയ്തു കളയാം. അപ്പോൾ അകത്ത് ധാന്യം ചാക്കുകളിൽ നിറയ്ക്കുന്ന ജോലി ചെയ്യുമോ? എന്ത്? ഉയർന്ന ചാക്കുകളിൽ പാൽ നിറയ്ക്കണോ? അമ്മോ, എന്റെ കൈകൾ തകരും. ഇതും എനിക്ക് കഴിയില്ല. മറ്റേതെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പറയൂ. നിനക്ക് എന്ത് ജോലി വേണമെന്ന് പറയൂ.
എന്തെങ്കിലും സുഖമായി കസേരയിൽ ഇരുന്ന് കാൽ മടക്കി വെച്ച് ചെയ്യാൻ പറ്റിയ ജോലി ഉണ്ടെങ്കിൽ പറയൂ, ഞാൻ ചെയ്യും. അങ്ങനെ ഒരു ജോലി ഇവിടെ ഒന്ന് മാത്രമേ ഒഴിവുള്ളൂ. അതെ എങ്കിൽ അത് എന്താണെന്ന് വേഗം പറയൂ. ഇപ്പോൾ തന്നെ പോയി ജോലി ചെയ്യാൻ പോകാം. അകത്തെ മുറിയിൽ ഉടമയുടെ കസേര ഒഴിഞ്ഞുകിടക്കുന്നു. അത് ഇരിക്കുമോ? എന്താണ് ഈ പരിഹാസം? എന്താണ് ഈ തമാശ? ഇത് കാണിക്കാൻ ഇവിടെ വിളിച്ചിരുന്നതിൽ എന്തെങ്കിലും ലാഭമുണ്ടെന്ന് കരുതുന്നുവോ? ഇത് ശരിയല്ല. പിന്നെ എന്താണ് ഏത് ജോലി പറഞ്ഞാലും വേദന കഴിയില്ല, ചെയ്യാൻ കഴിയില്ല പറയുന്നത്? പിന്നെ എന്താണ് പറയേണ്ടത്? ഒരു മനുഷ്യൻ നിലയിൽ കഠിനാധ്വാനം ചെയ്യണം, അപ്പോൾ മാത്രമേ വരുമാനം ഉണ്ടാകൂ. നിങ്ങളുടെ വിയർപ്പൊഴുകാതെ ശരീരം കുനിയാതെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് ജോലി അല്ല, അത് മടിയാണെന്ന് പറയുന്നു, കഴിവില്ലായ്മയാണെന്ന് പറയുന്നു. നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ കഴിവില്ലാത്തവനെന്ന് വിളിക്കുന്നത് തെറ്റല്ല. ശ്രീധർ, മാന്യമായി സംസാരിക്കൂ, അല്ലെങ്കിൽ നല്ലതാകില്ല. എന്താണ് വരാൻ അനുവദിക്കുന്നത്? മാന്യമായിരിക്കുക എൻ സുഹൃത്ത്, പറയാൻ ലജ്ജയുണ്ട്. ഈ ജന്മത്തിൽ നിന്റെ മുഖം വീണ്ടും എനിക്ക് കാണിക്കരുത്, പോകൂ. ശ്രീധർ വിനോദിനെ കോപത്തോടെ ശപിച്ച് അവിടെ നിന്ന് പുറത്താക്കുന്നു. അതോടെ വിനോദും കോപത്തോടെ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് ഒരു ദിവസം വിനോദ് ഗ്രാമത്തിലെ ചച്ചബണ്ടിക്ക് സമീപം ഇരിക്കുമ്പോൾ അവന്റെ മാമൻ ചന്ദ്രയെ അവരുടെ വീട്ടിലേക്ക് വരുന്നു. അവിടെ ഇരിക്കുന്ന വിനോദിനെ കണ്ടു ഇങ്ങനെ സംസാരിക്കുന്നു. ആരോ വിനോദ് എന്ന് വിളിച്ചു. സുഖമാണോ? അതെ മാമ, നിങ്ങൾ ഇവിടെ വന്നത് എനിക്ക് അടുത്താണ്. നിങ്ങൾ എങ്ങനെയുണ്ട്? വീട്ടിൽ എല്ലാം സുഖമാണോ? ഈ ഇടയിൽ വീട്ടിൽ വരുന്നത് നിർത്തിയല്ലോ. എല്ലാവരും സുഖമായിരിക്കുന്നു. എങ്കിലും നിന്റെ കാര്യത്തിൽ എന്താണ് ചെയ്യുന്നത്? എത്ര സമ്പാദിക്കുന്നു? എന്താണ് മാമ വന്ന ഉടനെ തന്നെ തുടങ്ങിയത്? എന്താണ് ചെയ്യുന്നത്? എത്ര സമ്പാദിക്കുന്നു എന്ന്? ജോലി ചെയ്യാതെ ജീവിക്കാനാകില്ലേ? അത് അല്ല, ജോലിയാണ് പുരുഷന്റെ ലക്ഷണം എന്ന് മുതിർന്നവർ പറഞ്ഞു അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എന്താണ് നിനക്കായി അവർ പറഞ്ഞു? എനിക്ക് പറഞ്ഞിട്ടില്ല. വെറുതെ സംസാരത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. പറയൂ, ഇപ്പോൾ എന്ത് ജോലി ചെയ്യുന്നു? പണി എന്നാൽ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം വരെ അവിടെ ഇഷ്ടമില്ലാതെ നിർത്തി. എന്തുകൊണ്ട് ഇഷ്ടമില്ലായിരുന്നു? കാരണം അവിടെ അവധി കൊടുക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? കാരണം ജോലി തുടങ്ങിയത് 1 മണിക്കൂറിന് ശേഷം അവധി വേണമെങ്കിൽ കൊടുക്കില്ലെന്ന് പറഞ്ഞു. എങ്കിലും ജോലി തുടങ്ങിയത് 1 മണിക്കൂറിന് ശേഷം അവധി ചോദിക്കുന്നത് എന്താണ്? അതൊരു വിചിത്രം അല്ലേ? അത് അല്ല, മാമൻ ജോലി ചെയ്യാമെന്ന് പറഞ്ഞു കൊണ്ടുപോയി 1 മണിക്കൂർ വയലിൽ വെളിച്ചത്തിൽ നിർത്തി. ആ സമയത്ത് മുഴുവൻ വെളിച്ചത്തിൽ നിൽക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് അവധി വേണമെന്ന് ചോദിച്ചത്. നീ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ ജോലി എന്ന പേരിൽ വെളിച്ചത്തിൽ ആ സമയത്ത് മുഴുവൻ നിർത്തുന്നത് തെറ്റാണ്. ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇതുവരെ പോയി എന്തോ വയലിൻ കാവൽ നിൽക്കണം എന്ന് പറഞ്ഞു കൊണ്ടുപോയി. എന്ത് മണ്ടൻ! ആ വെളിച്ചത്തിൽ നിൽക്കാൻ കാവൽ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ജോലി കൊടുത്ത് വരുമ്പോൾ വായിൽ വായി വെച്ചു. നോക്ക്, എന്റെ ചെരുപ്പ് കൊണ്ട് ഞാൻ തന്നെ അടിക്കണം. അങ്ങനെ ഒതിനെക്കുറിച്ച് അസഹിഷ്ണുത തോന്നിയപ്പോൾ ചന്ദ്രയെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ കയറുമ്പോൾ ചന്ദ്രയെ കണ്ടു പാർവതമ്മ ഇങ്ങനെ പറഞ്ഞു. അണ്ണൻ ഇതാണോ? വരിക. എങ്ങനെയുണ്ട് അണ്ണ? നിങ്ങൾ മാത്രം വന്നു, നിങ്ങളോടൊപ്പം വദിനയെ കൊണ്ടുവന്നില്ലേ? അവൾ എങ്ങനെയുണ്ട്? ഞാൻ സുഖമായിരിക്കുന്നു. അമ്മ ഇപ്പോഴും നിങ്ങളുടെ വാദം എന്താണ് എന്ന് ഉറപ്പിച്ചു ചോദിക്കുന്നു. ഈ ഗ്രാമത്തിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു, അതിനാൽ ഞാൻ ഒറ്റയ്ക്ക് വന്നതാണ്. അതിനാലാണ് അവരെ കൊണ്ടുവന്നില്ല. എങ്കിലും ഇത്ര ദൂരം വന്നല്ലേ, നിങ്ങളെ കാണാൻ വന്നതാണ്. ഞങ്ങളുടെ കാര്യങ്ങൾ ശരിയാണെന്ന് പറയാം. ഇനി പറയൂ, നിങ്ങൾ ബാവുകാരു എങ്ങനെയുണ്ട് അമ്മ? എന്റെ മകുട്ടി എങ്ങനെയുണ്ട്? ദൈവത്തിന്റെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നു അണ്ണ. അവൻ മകുട്ടിയെക്കുറിച്ച് ചോദിക്കുന്നു, പക്ഷേ നീ മേനമകനെക്കുറിച്ച് ചോദിക്കുന്നില്ല. അവനെക്കുറിച്ച് അറിയാൻ പ്രത്യേകിച്ച് ഇപ്പോൾ എന്തുണ്ട് അമ്മ? ഇതാ ഇപ്പോൾ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ലച്ചബണ്ടയ്ക്ക് സമീപം കണ്ടു. അവൻ ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പോഴും ആ കുരങ്ങൻ കളികൾ, വിചിത്രമായ മറുപടികൾ, യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ ജീവിക്കുന്നു. അതെ, എന്റെ മകളെ നോക്കൂ. പെൺകുട്ടിയായിട്ടും ജോലി ചെയ്ത് സ്വന്തം കാലുകളിൽ നിൽക്കുകയും ഈ വീട്ടിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിങ്ങളെ എല്ലാവരെയും എത്ര നല്ലവണ്ണം നോക്കുന്നു. എങ്കിലും അവൻ എങ്ങനെ നിന്റെ വയറ്റിൽ നിന്നു പിറന്നുവെന്ന് സന്യാസി. എന്ത് ചെയ്യാൻ പറയാം അണ്ണ? ഇത്രയും പ്രായമായിട്ടും അവന് വീട്ടിന്റെ ഉത്തരവാദിത്വം മനസ്സിലാകുന്നില്ല. അതാണ് ഞങ്ങൾക്ക് ആശങ്ക. അവൾ പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും വീട്ടിൽ ഇരുന്നു കുറച്ചുനേരം കഥകൾ പറയുന്നു. കുറച്ചു നേരത്തിന് ശേഷം ചന്ദ്രയെ അവരുടെവിടെ ഭക്ഷണം കഴിച്ച് പുറപ്പെടുമ്പോൾ പാർവതി ചന്ദ്രയോട് ഇങ്ങനെ പറയുന്നു. എന്താണ് ഇത് അണ്ണ? വേഗം പുറപ്പെടാൻ. ഇത്ര ദൂരം നിങ്ങളുടെ ബാവുകാരിനെയും മേനകോടലിനെയും കാണാതെ പോകുമോ? അവർ വീട്ടിൽ എത്താനുള്ള സമയമായിരിക്കുന്നു. അവർ വന്ന ശേഷം കണ്ടു രാത്രി ഇവിടെ തന്നെ താമസിച്ച് നാളെ രാവിലെ സ്കൂളിലേക്ക് പോകാം അണ്ണ.
ഇല്ലമ്മ, നിങ്ങളുടെ അളിയനും ഗ്രാമത്തിൽ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് പട്ടണത്തിലേക്ക് പോയി. അവിടെ വീട്ടിൽ നിങ്ങളുടെ വധു മാത്രമേ ഉള്ളൂ. ഞാൻ ഇരുട്ടായ ശേഷം വീട്ടിൽ എത്താൻ കഴിയാതെ അവൾ ആശങ്കപ്പെടും. അതിനാൽ പോകാതെ വഴിയില്ല. നീ എന്തും വിഷമിക്കേണ്ട. അടുത്ത മാസം എന്റെ മകന്റെ മകളുടെ നിശ്ചയാർത്ഥം ആലോചിച്ചിരിക്കുന്നു. അപ്പോൾ വീട്ടിലെ എല്ലാവരും ഇവിടെ വന്നു 14 ദിവസം താമസിക്കും. നീ എന്തും വിഷമിക്കേണ്ട. ശരി അണ്ണ, സുരക്ഷിതമായി പോയി വരൂ അണ്ണ. അളിയനോട് പറഞ്ഞ് വിനോദിന് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നോക്കാമെന്ന് പറയൂ. അങ്ങനെ ആൾ കുറച്ച് വഴിയിൽപ്പെട്ടാൽ ഞങ്ങളുടെ ജീവിതത്തിന് അത് മതി. അതെ അമ്മ, തീർച്ചയായും നോക്കും. ഞാൻ പോകുന്നു, നീ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് ചന്ദ്രയ്യ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന് രച്ചബണ്ടയ്ക്ക് സമീപം ഇരിക്കുന്ന വിനോദിനോട് ഇങ്ങനെ പറയുന്നു. ഓരേ, ഞാൻ പോകുന്നു. അമ്മയും അച്ഛനെയും ശ്രദ്ധയോടെ നോക്കിക്കോ. വീട്ടിൽ പോയി ബാബുവിനോട് പറഞ്ഞ് പട്ടണത്തിൽ നിന്നെക്കുറിച്ച് എന്തെങ്കിലും ജോലി നോക്കാമെന്ന് പറയും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ അറിയിക്കും. ഇവിടെയുള്ള തിക്ക വേഷങ്ങൾ ഉപേക്ഷിച്ച് അവിടെ പോയി ബുദ്ധിയോടെ ജോലി ചെയ്യുക. ശരിയാണോ? നിങ്ങൾ പറയുന്നതുപോലെ ഞങ്ങൾ ചെയ്യും. അയ്യാ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കൂ. അങ്ങനെ പറഞ്ഞതോടെ ചന്ദ്രയ്യ അവിടെ നിന്ന് തന്റെ ഗ്രാമത്തിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു മാസം കഴിഞ്ഞു. കാണുമ്പോഴേക്കും ചന്ദ്രയ്യയുടെ മകൻ പ്രസാദിന്റെ പാർവതിയുമായുള്ള വിവാഹ നിശ്ചയം, ശിവയുടെ മകൾ രാധികയുമായുള്ള നിശ്ചയം നടക്കാനുള്ള ദിവസം എത്തി. അപ്പോൾ അവരുടെ 2 കുടുംബങ്ങളും ചേർന്ന് ആ ചടങ്ങ് ക്ഷേത്രത്തിൽ നടത്താൻ അവരുടെ കുലദേവതയുടെ ക്ഷേത്രത്തിലേക്ക് പടവിൽ പോകുമ്പോൾ അപ്രതീക്ഷിതമായി പടവുമറിഞ്ഞ് പടവിൽ ഉണ്ടായിരുന്ന എല്ലാവരും ആ നദിയിൽ മുങ്ങിപ്പോകുന്നു. പിന്നിൽ പടവിൽ വന്നിരുന്ന ചില ഗജയിതക്കാരും അവരെ കണ്ട ഉടനെ ആ നദിയിലേക്ക് ചാടി എല്ലാവരെയും കരയ്ക്ക് കൊണ്ടുവന്നു. അതുവരെ പാർവതി, ശിവയ്യ, രാധിക, പ്രസാദ് എന്നിവർ മരിച്ചിരിക്കുന്നു. വിനോദ് ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവൻ ബോധം വീണ്ടെടുത്ത് എഴുന്നേറ്റപ്പോൾ ചന്ദ്രയും അവന്റെ ഭാര്യയും മറ്റുള്ളവരുടെ മൃതദേഹങ്ങൾക്കരികിൽ ഇരുന്നു കരയുന്നത് കാണുന്നു. അത് കണ്ട വിനോദ് ഹൃദയം പൊട്ടുന്ന പോലെ കരയാൻ തുടങ്ങുന്നു. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് 2ാം ഭാഗത്തിൽ അറിയാം. വിനോദ് ചന്ദ്രയെയും കാന്തമ്മയും ചെരുവിന്റെ കരയിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾക്കരികെ ഇരുന്നു കരയുന്നു. അപ്പോൾ ഗ്രാമത്തിലെ ഒരാൾ വന്ന് അവരോട് ഇങ്ങനെ പറയുന്നു. എന്തെങ്കിലും തെറ്റായി കരുതരുത്. എത്ര നേരം എല്ലാവരും ഇങ്ങനെ കരയുന്നു? എത്ര കരഞ്ഞാലും പോയവർ തിരികെ വരില്ലല്ലോ. എന്തായാലും ചന്ദ്രയ്യ സാർ, നിങ്ങൾ മുതിർന്നവരാണ്. നിങ്ങളും ഇങ്ങനെ ആയാൽ എന്ത് ചെയ്യണം എന്ന് പറയൂ. വരൂ, നടക്കേണ്ട പരിപാടി എന്താണെന്ന് നോക്കൂ. അങ്ങനെ പറഞ്ഞതോടെ ചന്ദ്രയ്യ എഴുന്നേറ്റ് ഗ്രാമവാസികളുടെ സഹായത്തോടെ അവിടെ നിന്ന് എല്ലാവരെയും കൊണ്ടുപോയി അവർക്ക് ദഹനസംസ്കാരങ്ങൾ നടത്തി കാന്തയെ കൂട്ടിക്കൊണ്ട് അവരുടെ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. ഇനി വിനോദ് ഒറ്റയ്ക്കായി അവരുടെ വീട്ടിൽ അവരുടെ ഫോട്ടോകൾക്കരികെ ഇരുന്നു കരയുന്നു. അങ്ങനെ കരഞ്ഞു കരഞ്ഞ് അവിടെ തന്നെ കിടന്നു ഉറങ്ങിപ്പോകുന്നു. അടുത്ത ദിവസം പുലർച്ചെ വിനോദിന് ഉണവ് വരുന്നു. അവൻ എഴുന്നേറ്റ് ഉടനെ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങുന്നു. അമ്മേ, അമ്മേ, എവിടെയുണ്ട്? അക്ക, അക്ക, എവിടെയുണ്ട് ഇവർ എല്ലാവരും? എന്ന് വീട്ടിലുള്ളവരെ വിളിച്ച് വീട്ടിലുടനീളം തിരയുന്നു. വീട്ടിൽ എത്ര തിരഞ്ഞാലും ആരും അവൻ കാണപ്പെടാത്തതിനാൽ വീതിയിലേക്ക് ഇറങ്ങി തിരയാൻ തുടങ്ങുന്നു. അമ്മേ, അച്ഛ, എവിടെയുണ്ട്? അക്ക, അക്ക, എവിടെയുണ്ട് നിങ്ങൾ എല്ലാവരും? മാമ, എന്റെ വീട്ടിലുള്ളവരെ കാണുന്നില്ലേ? നിങ്ങൾക്ക് കാണിച്ചാൽ പറയൂ. രാവിലെ മുതൽ തിരയുകയാണ് എന്ന് പറഞ്ഞ് വീതിയിലെ എല്ലാവരോടും ചോദിച്ചും തിരിച്ചും കൊണ്ടിരിക്കുന്നു. എല്ലാവരും അവനെ വിചിത്രമായി നോക്കുന്നു. അപ്പോൾ വിനോദ് തന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നു. എന്താണ് ഇവർക്ക് എല്ലാവർക്കും ഭ്രാന്തായോ? എന്തുകൊണ്ട് എല്ലാവരും എന്നെ വിചിത്രമായി നോക്കുന്നു? അദ്ദേഹം ഇത്ര നേരം മുഴുവൻ ശബ്ദം പൊക്കി വിളിച്ചിട്ടും ആരും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ വിചാരിച്ച് കുറച്ചു നേരം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങി വരുന്നു. അങ്ങനെ വീട്ടിൽ ഉള്ളവരുടെ ഫോട്ടോകൾ, അവയ്ക്ക് വെച്ച പുഷ്പമാലകൾ, അവിടെ വെച്ചിരിക്കുന്ന ദീപം കണ്ട് വിനോദിന് സംഭവിച്ച എല്ലാം ഓർമ്മ വന്ന് വീണ്ടും അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങുന്നു. അങ്ങനെ ആ ദിവസം കടന്നുപോകുന്നു. ആരും അവനെ ശ്രദ്ധിക്കുന്നവരില്ലാതെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ദുഃഖിക്കുന്നു. കുറച്ചു സമയത്തിന് ശേഷം വിനോദിന് ആ സ്വപ്നം തുടങ്ങുന്നു. അപ്പോൾ വിനോദ് ഇങ്ങനെ വിചാരിക്കുന്നു. ഇതെന്താണ്? വയറ്റിൽ എന്തോ തോന്നുന്നു. ബഹുശാ വിശപ്പായിരിക്കാം. ഇപ്പോൾ എന്ത് ചെയ്യണം? വീട്ടിൽ ഭക്ഷണം ഒന്നുമില്ല. എനിക്ക് പാചകം ചെയ്യാനും അറിയില്ല. ഹോട്ടലിൽ പോയി കഴിക്കാൻ എനിക്ക് പണം പോലും ഇല്ല. ഇപ്പോൾ എന്ത് ചെയ്യണം? പുറത്തേക്ക് പോയി ചോദിച്ചു നോക്കാം. നമ്മുടെ ഗ്രാമത്തിലെ ആളുകളെ തീർച്ചയായും സഹായിക്കും. അന്ന് വിചാരിച്ച് അവരോടൊത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയോട് ഇങ്ങനെ പറയുന്നു. എനിക്ക് വിശപ്പാണ്. 2 ദിവസമായി ഒന്നും കഴിച്ചിട്ടില്ല. നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ തരാമോ? എന്താ ബാബു, ഭക്ഷണം വേണോ?
നിങ്ങളുടെ വീട്ടുകാര് ധാന്യക്കെട്ടുകൾ ഞങ്ങളുടെ വീട്ടിൽ വെച്ചു പോകുന്നില്ലേ? എന്താ പോടാ പോടാ, രാവിലെ തന്നെ മടിയൻ മുഖം കാട്ടി വന്നിരിക്കുന്നു. അങ്ങനെ ആ സ്ത്രീ വിനോദിനെ പരിഹസിക്കുന്നു. വിനോദ് ദുഃഖത്തോടെ അവിടെ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നു. അവിടെ വെച്ചും അവനെ പരിഹസിച്ച് അവിടെ നിന്ന് അയക്കുന്നു. അങ്ങനെ വിനോദ് വീതി ചുറ്റി എല്ലാവരോടും അപേക്ഷിക്കുന്നു. പക്ഷേ ആരും വിനോദിനെ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ നിരാശയോടെ നടക്കുമ്പോൾ അവൻ ഒരു സ്കൂളിന് സമീപം എത്തുന്നു. അവിടെ അവൻ 2 കുട്ടികളെ കാണുന്നു. അവർ പരസ്പരം സഹായിച്ച് വളരെ സൗഹൃദത്തോടെ ഇരിക്കുന്നു. അവരെ കണ്ട വിനോദിന് സ്നേഹിതൻ ശ്രീധർ ഓർമ്മ വരുന്നു. ഉടനെ അവന് തന്റെ സുഹൃത്ത് ജോലി ചെയ്യുന്ന റൈസ് മില്ലിലേക്ക് പോകുന്നു. അവിടെ അവനോട് ഇങ്ങനെ പറയുന്നു: ഓരെ ശ്രീധർ, എനിക്ക് വളരെ വിശക്കുന്നു. 2 ദിവസമായി ഒന്നും തിന്നിട്ടില്ല. ഗ്രാമത്തിൽ ആരെയെങ്കിലും സമീപിച്ചാലും ആരും സഹായിച്ചില്ല. ദയവായി നീയെങ്കിലും കുറച്ചു കരുണ കാണിക്കൂ. ദയനീയമായ ഒരു പണി ചെയ്യാൻ കഴിയാത്ത മണ്ടൻ നിന്റെ മേൽ വരും ആദായം. അങ്ങനെ പറയരുത് ശ്രീധർ, എനിക്ക് അച്ഛനും മറ്റാരുമില്ലാതായി. എന്റെ ബാല്യകാല സുഹൃത്തായ നീയും അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? കുറച്ച് അന്നം നൽകൂ. അതിനുശേഷം നീ പറയുന്ന ഏത് പണിയും ചെയ്യും. എന്ത് നീ പണി ചെയ്യും? എങ്കിലും നിനക്ക് എന്തെങ്കിലും പണി വരുമോ? നിനക്ക് അറിയാവുന്ന ഒരു പണി മാത്രമേയുള്ളൂ, അതായത് ഭക്ഷണം കഴിച്ച് ഗ്രാമത്തിൽ അലഞ്ഞു തിരിയുക. ആരാണ് നിനക്ക് പണി നൽകുക? ഞാൻ പണി നിർത്തി നിന്നോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. യജമാനന് അറിയുകയാണെങ്കിൽ എന്നെ ജോലി നിന്ന് പുറത്താക്കും. പോകൂ. അങ്ങനെ പറഞ്ഞ് ശ്രീധർ വിനോദിനെ കോപത്തോടെ അവിടെ നിന്ന് അയച്ചുവിടുന്നു. അപ്പോൾ വിനോദിന് എന്തു ചെയ്യണമെന്നറിയാതെ അവിടെ നിന്ന് തന്റെ മാമൻ ചന്ദ്രന്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ വിനോദിനെ കണ്ട കാന്തമ്മ ഇങ്ങനെ പറയുന്നു: നിൽക്കൂ, എന്തിനാണ് ഇവിടെ വന്നത്? ഞങ്ങൾ ഇപ്പോഴും ചർച്ച ബതുകമ്മ കാണാൻ വന്നു. എന്താണ് പറയുന്നത്? ഞാൻ എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത്? നിനക്ക് വീട്ടിലേക്ക് വരാൻ അനുവാദമില്ല. നിന്റെ മുഖം കാണുന്നതും പാപമാണ്. വീട്ടിലെ എല്ലാവരെയും നശിപ്പിച്ചവനാണ് നീ. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. എന്തിനാണ് മരിച്ച പാമ്പിനെ വീണ്ടും കൊല്ലുന്നത്? വിശപ്പിനെ സഹിക്കാനാവുന്നില്ല. ഗ്രാമത്തിൽ ആരും സഹായിച്ചില്ല. മാവയ്യ, നിങ്ങളെങ്കിലും പറയൂ. നീ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആരെയെങ്കിലും സഹായിച്ചിട്ടില്ല. കുറഞ്ഞത് വീട്ടിലുള്ളവർക്ക് ഒരു നേരമെങ്കിലും കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് നിന്ന് ഒരു കഷണം നൽകിയാലും. അപ്പോഴാണ് ആരും നിന്നെ സഹായിക്കാത്തത്. മഹാപാപം. എങ്കിലും എൻ്റെ സഹോദരിയുടെ മരണം കൊണ്ട് നമ്മുടെ ബന്ധം അവസാനിച്ചു. ഈ ജന്മത്തിൽ നീ ഞങ്ങളുടെ വീട്ടിലെ പടികയറരുത്. ഇവിടെ നിന്ന് പോകൂ. അന്ന് ചന്ദ്രയെയും കാന്തമ്മയും വിനോദിനെ അവരുടെ വീട്ടിലേക്ക് വരാൻ അനുവദിക്കാതെ പുറത്തേക്ക് തള്ളിയിടുകയും വീട്ടിന്റെ വാതിലുകൾ അടയ്ക്കുകയും ചെയ്യുന്നു. ഇനി ചെയ്യാനൊന്നുമില്ലാതെ അവിടെ നിന്ന് വിനോദ് ചെരുവിന്റെ കരയിലേക്ക് പോകുന്നു. അവിടെ ഒരു പാറക്കല്ലിന് മുകളിൽ ഇരുന്ന് ദുഃഖിക്കുന്നു. അതിനിടയിൽ അവന്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രതിരൂപം പുറത്തേക്ക് വന്ന് അവന്റെ മുന്നിൽ നിൽക്കുന്നു. അത് കാണാൻ വിനോദിനെ പോലെ തന്നെയാണ്. പ്രതിരൂപം വിനോദിനെ നോക്കി ചിരിക്കുന്നു. അതിനെ കണ്ട വിനോദ് അത്ഭുതത്തോടെ ഇങ്ങനെ പറയുന്നു: ആരാണ് നീ? കാണാൻ അച്ചടക്കത്തിൽ എനിക്ക് സമാനമാണ്. എന്തിനാണ് നീ വന്നത്? എനിക്ക് നിന്നോട് എന്തു വേണം? ഞാൻ എപ്പോഴും നിന്നോടൊപ്പം തന്നെയാണ്, നിന്റെ ഉള്ളിലാണ്. പക്ഷേ നീ എന്നെ ഉപയോഗിക്കണം. നീ പറയുന്നത് എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. നീ ആരാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഇനി നീ പോകണം. ഞാൻ അവരെ നഷ്ടപ്പെട്ടതിൽ വളരെ ദുഃഖിതനാണ്. നിന്റെ ദുഃഖത്തിന് കാരണം നീ തന്നെയാണ്. കാരണം ഞാൻ നിന്റെ അടുത്തുണ്ടായിരുന്നപ്പോൾ നീ എന്നെ ഉപയോഗിച്ചില്ല. ഇപ്പോൾ അതിൻ്റെ ഫലമാണ് നീ അനുഭവിക്കുന്നത്. നീ ഒറ്റയാളല്ല. സമയത്തെ ശരിയായി ഉപയോഗിക്കാത്ത എല്ലാവരും ഇങ്ങനെ തന്നെ ദുഃഖിക്കുന്നു. ശരിയായ സമയത്ത് ശരിയായ കാര്യങ്ങൾ ചെയ്യാതെ വെറുതെ ശ്രമിച്ച് നീ എന്നെ നഷ്ടപ്പെടുത്തി. അതിന് ശിക്ഷ എന്താണ്? അതെ, നീ പറഞ്ഞത് ശരിയാണ്. എത്ര ദിവസങ്ങളായി എൻ്റെ വീട്ടുകാർ എന്നെ മെച്ചപ്പെടാൻ പറയുമ്പോൾ എനിക്ക് സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് സമയം ഇല്ല. എൻ്റെ വീട്ടുകാർ എനിക്ക് ശേഷിച്ചില്ല. എൻ്റെ പാപങ്ങൾക്കായി എനിക്ക് ആരും ശേഷിച്ചില്ല. എനിക്ക് അനുയോജ്യമായ ശിക്ഷ ലഭിച്ചു. എങ്കിലും ഞാൻ എന്ത് ചെയ്യാൻ കഴിയും? എല്ലാം കഴിഞ്ഞു. നിനക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നുവോ? അവരെ വീണ്ടും എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇനി അവർക്കൊരിക്കലും കഷ്ടം വരാതിരിക്കാൻ നോക്കും. എന്തെങ്കിലും ജോലി അന്വേഷിച്ച് കഠിനമായി പ്രവർത്തിക്കും. അത് എത്ര കഠിനമായാലും പ്രശ്നമില്ല. മാതാപിതാക്കളുടെ മുന്നിൽ എൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റും. ചെറുതോ വലുതോ എല്ലാവരെയും ബഹുമാനിച്ച് മറ്റുള്ളവർക്കും അതിൽ സഹായം ചെയ്യും. അങ്ങനെ ചെയ്താൽ ഞാൻ നിന്നെ വീണ്ടും അവസരം നൽകും. പക്ഷേ ഇതാണ് അവസാന അവസരം. ഇന്റർവ്യൂ പറയുന്നത് എന്ത് അവസരം? വിനോദ് പറയുമ്പോൾ ആ പ്രതിബിംബം അപ്രത്യക്ഷമാകുന്നു. അതിനിടെ വിനോദിന് ശിവയുടെ ശബ്ദം കേൾക്കുന്നു. ഓരേ കഴുത, പുലരി കഴിഞ്ഞ് ഇത്രയും സമയം ആയി. ഇനിയും എങ്ങനെ കിടന്നുകൊണ്ട് ലജ്ജയില്ലേ നിനക്ക്?
വീട്ടിലെ പെൺകുട്ടി പോലും ജോലിക്ക് പോകാൻ തയ്യാറായി. നീ ഇനിയും കാലകളെപ്പോലെ കിടക്കുന്നു. എഴുന്നേറ്റ് പോ. ഇപ്പോൾ മാത്രമേ ഉണർന്നിട്ടുള്ള വിനോദ് അത്ഭുതത്തോടെ തന്റെ അച്ഛനെ നോക്കി നിൽക്കുന്നു. അപ്പോൾ അവിടെ രാധിക എത്തി ഇങ്ങനെ പറയുന്നു: അമ്മ, രാവിലെ തന്നെ തുടങ്ങിയോ? നിങ്ങൾ രണ്ടുപേരും എന്താണ് അച്ഛാ ദിവസവും സഹോദരനെ ശപിക്കുന്നത് ഒഴികെ വേറെ ജോലി ഇല്ലേ? ഇതെല്ലാം കണ്ട വിനോദിന് അപ്പോൾ മാത്രമേ മനസ്സിലാകൂ. ആ പ്രതിബിംബം പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ഒരു അവസരം ലഭിച്ചുവെന്ന്, ഇത് വീണ്ടും അതേ ദിവസം തന്നെയാണെന്ന് മനസ്സിലാക്കിയ വിനോദ് തന്റെ അച്ഛനോടും അകയോടും ഇങ്ങനെ പറയുന്നു: അച്ഛാ, എന്നെ ക്ഷമിക്കൂ അച്ഛാ. ഇന്നു മുതൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ കേൾക്കും. ആക, ഇനി മുതൽ നിന്നോട് പണം ചോദിക്കില്ല. ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിക്കും. അങ്ങനെ പറഞ്ഞ് അവൻ അവിടെ നിന്ന് കുളിക്കാൻ പോകുന്നു. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലാകാതെ ശിവയും രാധികയും ഒരാളുടെ മുഖം മറ്റൊരാൾ നോക്കി ഇങ്ങനെ ചിന്തിക്കുന്നു: എന്താ അമ്മ, ഈ കുട്ടിക്ക് കരുണയെങ്കിലും തോന്നിയോ? എന്തോ അത്രയും വിചിത്രമായി സംസാരിക്കുന്നു. എന്തോ അച്ഛാ, എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ വിനോദ് തിരികെ വന്ന് തന്റെ സുഹൃത്തിനടുത്തുള്ള റൈസ് മില്ലിൽ ജോലി ചെയ്യാൻ പോകുന്നുവെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം തന്റെ സുഹൃത്തായ ശ്രീധരനെ കണ്ടു അവനൊപ്പം റൈസ് മില്ലിൽ ജോലി ചെയ്യുകയും തന്റെ മാതാപിതാക്കൾ പറഞ്ഞതുപോലെ കേൾക്കുകയും തന്റെ സഹോദരിക്ക് ഭർത്താവിനൊപ്പം വിവാഹം നടത്തുകയും മറ്റുള്ളവർക്കും സഹായം ചെയ്യുകയും വീണ്ടും തന്റെ ജീവിതത്തിലേക്ക് തിരികെ വന്നതിൽ നന്ദി പറയുകയും സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുന്നു.